കേരളക്കരയ്ക്ക് ആദ്യമായി സന്തോഷ് ട്രോഫിയുടെ പൊൻതിളക്കം സമ്മാനിച്ച 73ന്റെ വസന്തങ്ങൾ ഇന്ന് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ ആദരമേറ്റുവാങ്ങി. കാലുകൾ കൊണ്ട് കേരളം നേടിയ ആദ്യത്തെ അംഗീകാരത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം കൊച്ചി നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെയാണ് അരങ്ങേറിയത്. പരിപാടിയുടെ ഭാഗമായി 100 കണക്കിന് സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് കൊച്ചി മേയേഴ്സ് കപ്പിന് വേണ്ടി ടൂർണമെന്റും സംഘടിപ്പിച്ചിരുന്നു. സോക്കർ കാർണിവലോടെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് സമാപനമായത്. ഒരുപക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും പൊതുജീവിതത്തിൽ ഇതുപോലെ വികാരനിർഭരമായ ഒരു ചടങ്ങുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഈ താരങ്ങൾ മാത്രമല്ല, അവരെ പ്രതികരിച്ച് വരാൻ സൗമനസ്യം കാണിച്ച എല്ലാ കുടുംബാംഗങ്ങളോടും കൊച്ചി നഗരത്തിന്റെ നന്ദി, എത്ര പറഞ്ഞാലും തീരാത്ത നന്ദി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഇവരെല്ലാവരും വളർന്നു വന്നതും ഇവരെല്ലാവരും കായിക മേഖലയുടെ ഏറ്റവും ത്രസിപ്പിക്കുന്ന വിജയം തുറന്നു പറയുകയാണ്. ഞങ്ങൾ ഒരുപാട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി നഗരസഭയുടെ പണി എന്ന് പറയുന്നത് ഇതൊക്കെയാണോ എന്ന് ചോദിക്കുന്ന അപൂർവം ചില ആളുകൾ, കമന്റ് ഇടുന്ന ആളുകളുണ്ട്. ഞാൻ ആ കമന്റുകൾ ഒന്നും ശ്രദ്ധിക്കാറേയില്ല. ഞങ്ങള് സമൃദ്ധി എന്ന് പറയുന്ന 10 രൂപയുടെ ഊണ് തുടങ്ങിയപ്പോൾ, 100 രൂപയ്ക്ക് വനിതകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഷീ ലോഡ്ജ് തുടങ്ങിയപ്പോൾ, ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ പാസ്സാക്കിയപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ പ്ലാൻ പാസ്സാക്കേണ്ടത് തന്നെയാണ്. ഞങ്ങൾ ഡാൻസ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ ഇതൊക്കെയാണോ ഒരു നഗരത്തിന്റെ ജോലി എന്ന് ചോദിച്ച ആളുകളുണ്ട്. ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു, ഇതെല്ലാം ഒരു നഗരസഭയുടെ ജോലിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അതുപോലെയുള്ള ഒരു സഹകരണമാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചത്. കേരള ഫുട്ബോൾ ഫെഡറേഷന്റെ മുൻ പ്രസിഡന്റ് KMI മേത്തറിനും മേയർ അനിൽകുമാർ തിരയടങ്ങാത്ത ആവേശത്തിന്റെ ആദരം നൽകി. കാൽപന്ത് പ്രേമികളുടെ ആവേശത്തെ മുഴുവനായി ആർജിച്ചെടുത്ത് ഗ്രൗണ്ടിൽ ഗോളുകൾ കൊണ്ട് സ്വപ്നം നെയ്ത ഹീറോകൾ അന്നത്തെ രോമാഞ്ചവും ഇന്നത്തെ പ്രചോദനവുമായി വേദിയിൽ മേയറിൽ നിന്ന് ആദരമേറ്റുവാങ്ങി. കാൽപന്ത് എന്ന വികാരത്തിന്റെ ഊർജത്തെയും അർജന്റീനയ്ക്ക് നിമിഷ നേരമെങ്കിലും നെഞ്ചിടിപ്പ് നൽകിയ എംബാപ്പയെയും ഓർമ്മപ്പെടുത്തിയാണ് ഹൈബി ഈഡനും കേരളത്തിന്റെ ചരിത്ര നിമിഷത്തെ സ്മരിച്ചു. മലയാളികളെ യോജിപ്പിക്കുന്ന ഒരു കോമൺ ഗോൾ എന്ന് പറയുന്നത് ഫുട്ബോൾ തന്നെയാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, അർജന്റീനയുടെയും ബ്രസീലിന്റെയും ഒരുപാട് ജേഴ്സികൾ അണിഞ്ഞ് സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാര് വരെ അണിനിരക്കുന്ന ഒരു സംസ്ഥാനം. വേൾഡ് കപ്പില് യാതൊരു റോളും ഇല്ലാത്ത ഒരു രാജ്യം. എന്നാൽ വേൾഡ് കപ്പിൽ യോഗ്യത നേടാത്ത, വേൾഡ് കപ്പിൽ യാതൊന്നും തന്നെ അവകാശപ്പെടാനില്ലാത്ത, ഇന്റർനാഷണൽ ഫുട്ബോളിൽ യാതൊന്നും തന്നെ അവകാശപ്പെടാൻ പറ്റാത്ത ഒരു രാജ്യത്തിന്റെ ഒരു കൊച്ചു സംസ്ഥാനം. 24-ാം തീയതി വൈകുന്നേരം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഞാൻ അതിലൂടെ കടന്നു പോകുമ്പോൾ, സ്റ്റേഡിയം, എൻ്റെ വീട് അതിൻ്റെ അടുത്താണ്, സ്റ്റേഡിയം നിറഞ്ഞ് ഒഴുകിയത് കൂടാതെ അത്രയും അധികം കാണികൾ, സ്ത്രീകളും കുട്ടികളും അടക്കം പുറത്ത് മഞ്ഞ ജേഴ്സി അണിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആരവം വിളിക്കുന്നുണ്ടെങ്കിൽ അത് 1973 ഈ ഇരിക്കുന്ന സന്തോഷ് ട്രോഫി ജയിച്ചതിന്റെ ആരവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.